പ്രോഫിറ്റും ലോസും സ്വാഭാവികമാണ് എന്ന് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായി ഇരിക്കുമ്പോൾ അതിനെ സ്വാഭാവികമായി കാണാൻ നമുക്ക് സാധിക്കുമോ? ഇത്രയധികം സ്ട്രാറ്റജികളും ടെക്നിക്കൽ അനാലിസിസും പഠിച്ചിട്ടും എന്തുകൊണ്ടാണ് ഡെറിവേറ്റീവ് ട്രേഡിംഗ് നമ്മൾ വിചാരിച്ച പ്രോഫിറ്റ് കിട്ടാത്തത്? ചാർട്ട് നോക്കാൻ പഠിച്ചവർക്ക് പോലും എന്തുകൊണ്ടാണ് അവസാനം വലിയ ലോസ് വരുന്നത്? നമുക്ക് ചില സാധ്യതകളെന്ന് വിലയിരുത്തി നോക്കാം. നമ്മളിൽ ഭൂരിഭാഗം പേരും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്യാറുള്ളത്. കാരണം അതിന് കുറഞ്ഞ പണം മതി. എന്നാൽ മാത്തമാറ്റിക്കലി നോക്കിയാൽ ഒരു ഓപ്ഷൻ ബയർ ജയിക്കാനുള്ള സാധ്യത അഥവാ പ്രോബബിലിറ്റി ഓഫ് വിന്നിംഗ് വെറും 33% മാത്രമാണ്. ബാക്കി 66% സാധ്യതയും വിപണി നിയന്ത്രിക്കുന്ന വലിയ പണമുള്ള ഓപ്ഷൻ സെല്ലേഴ്സിനാണ്. അതായത് നമ്മൾ തുടക്കത്തിൽ തന്നെ ജയിക്കാൻ സാധ്യത വളരെ കുറവുള്ളൊരു ഗെയിമിലേക്കാണ് പണവുമായി ഇറങ്ങുന്നത്. ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ പ്രവചിക്കുന്നത് വിപണി മുകളിലേക്ക് പോകുമോ താഴേക്ക് പോകുമോ എന്ന് മാത്രമാണ്, അതായത് ഡയറക്ഷൻ. പക്ഷെ ഓപ്ഷൻ ട്രേഡിംഗിൽ ദിശ മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മൾ വിചാരിച്ച സമയത്തിനുള്ളിൽ അത് സംഭവിക്കണം. നിഫ്റ്റി മുകളിലേക്ക് പോകുമെന്ന് കരുതി നിങ്ങൾ ഒരു ഓപ്ഷൻ വാങ്ങിയെന്ന് വിചാരിക്കുക. വിപണി മുകളിലേക്ക് പോകാതെ ഒരു മണിക്കൂർ ഒരേ സ്ഥലത്ത് തന്നെ നിന്നാൽ നിങ്ങളുടെ ഓപ്ഷന്റെ വില കുറയാൻ തുടങ്ങും. സമയം പോകുന്തോറും ഐസ്ക്രീം ഉരുകുന്നത് പോലെ നമ്മുടെ പ്രീമിയം ഉരുകിത്തീരും. ഇത് ഒരു ചാർട്ടിലും ഇൻഡിക്കേറ്ററിലും കാണിച്ചു തരില്ല. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച 100% കൃത്യതയുള്ള സ്ട്രാറ്റജി പഠിച്ചാലും അത് മാർക്കറ്റിൽ ലൈവായി ചെയ്യുമ്പോൾ പരാജയപ്പെട്ടേക്കാം. കാരണം ട്രേഡിംഗ് എന്നത് 20% സ്ട്രാറ്റജിയും 80% സൈക്കോളജിയുമാണ്. ഇന്ന് ധാരാളം ആളുകൾ ട്രേഡിംഗ് കോഴ്സുകൾ നൽകാറുണ്ട്. എന്നാൽ ഈ കോഴ്സുകളിൽ ആരും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല. ഒരു 2000 രൂപ ലാഭം കണ്ടാൽ നമ്മൾ പേടിച്ച് പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഓടി രക്ഷപ്പെടും. അതേസമയം ഒരു 5000 രൂപ നഷ്ടം കണ്ടാൽ ഇപ്പോൾ തിരിച്ചു വരുമെന്ന് കരുതി അത് 50,000 രൂപ ആകുന്നത് വരെ നമ്മൾ നോക്കിയിരിക്കും. ഈ ഡിസിപ്ലിൻ ഇല്ലായ്മയാണ് പഠിച്ച സ്ട്രാറ്റജികളെയൊക്കെ തകിടം മറിക്കുന്നത്. അതുകൊണ്ട് ചാർട്ട് നോക്കാൻ പഠിച്ചതുകൊണ്ട് മാത്രം ഓപ്ഷൻ ട്രേഡിംഗിൽ ജയിക്കില്ല. മാർക്കറ്റ് മൂവ്മെന്റ്, ടൈം വാല്യൂ, അതിലുപരി സ്വന്തം ഇമോഷൻസ്, ഇത് മൂന്നും ഒരേപോലെ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ ആ നഷ്ടമുണ്ടാക്കുന്ന 90% ആളുകളിൽ നിന്ന് മാറി പ്രോഫിറ്റബിൾ ആകാൻ പറ്റൂ. നിങ്ങൾ സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും ലക്ഷങ്ങളുടെ ലാഭം കാണിച്ച് ആളുകളെ ആകർഷിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ. പലരും ഇതിനെ ഒരു കുറുക്കുവഴിയായിട്ടാണ് കാണുന്നത്. മൊബൈൽ സ്ക്രീനിലെ പച്ചയും ചുവപ്പും നമ്പറുകൾ കണ്ട് ആകർഷകരായി കൃത്യമായ അറിവില്ലാതെ ഇതിലേക്ക് ചാടി വീഴുന്ന 10ൽ 9 ആളുകൾക്കും സംഭവിക്കുന്നത് ലക്ഷങ്ങളുടെ വൻ തകർച്ചയാണ്. അതായത് 90%-ലധികം ആളുകളും ഇവിടെ പണം കളഞ്ഞു കുളിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റും ഡെറിവേറ്റീവ് മാർക്കറ്റും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഈ വിപണിയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ടാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇത്രയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാകുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ ആളുകൾക്ക് ഇത്രയധികം പണം നഷ്ടപ്പെടുന്നത്? ശരിക്കും എന്താണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്? ഇന്നത്തെ സെഷനിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിനെ കുറിച്ചുള്ള ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതിന് നമുക്ക് ആദ്യം ചെറിയൊരു ഉദാഹരണം മനസ്സിലാക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ. വിനോദ് എന്നൊരു കർഷകൻ തന്റെ തോട്ടത്തിൽ കപ്പ കൃഷി ചെയ്യുകയാണെന്ന് കരുതുക. 3 മാസം കഴിഞ്ഞാലാണ് കപ്പ വിളവെടുക്കാൻ പാകമാകൂ. നിലവിൽ വിപണിയിൽ കപ്പയ്ക്ക് കിലോയ്ക്ക് 30 രൂപയാണ് വില. വിനോദിന്റെ പേടി 3 മാസം കഴിയുമ്പോൾ കപ്പയുടെ വില ഇടിഞ്ഞ് കിലോയ്ക്ക് 15 രൂപയാകുമോ എന്നാണ്. ഇതേ സമയം കപ്പ ചിപ്സ് ഉണ്ടാക്കുന്ന റഹീം എന്ന കച്ചവടക്കാരന്റെ പേടി നേരെ തിരിച്ചാണ്. 3 മാസം കഴിയുമ്പോൾ കപ്പയ്ക്ക് ക്ഷാമം വന്ന് കിലോയ്ക്ക് 50 രൂപയാകുമോ എന്നാണ് റഹീമിന്റെ ആശങ്ക. രണ്ടുപേരുടെയും പേടി മാറ്റാൻ അവരൊരു വഴി കണ്ടുപിടിച്ചു. അവർ തമ്മിൽ ഇന്ന് തന്നെ ഒരു കോൺട്രാക്ട് എഴുതിയുണ്ടാക്കി. 3 മാസം കഴിഞ്ഞ മാർക്കറ്റിൽ എന്ത് വിലയായാലും വിനോദ് തന്റെ കപ്പ മുഴുവൻ കിലോയ്ക്ക് 30 രൂപ നിരക്കിൽ റഹീമിന് നൽകണം. റഹീം അത് വാങ്ങണം. ഇവിടെ 3 മാസം കഴിഞ്ഞ വിപണിയിൽ കപ്പയുടെ വില 15 രൂപയായി കുറഞ്ഞാലും വിനോദിന് നഷ്ടം വരില്ല. കാരണം റഹീം 30 രൂപയ്ക്ക് വാങ്ങിക്കോളും. ഇനി വില 50 രൂപയായി കൂടിയാൽ റഹീമിന് നഷ്ടം വരില്ല. കാരണം വിനോദ് 30 രൂപയ്ക്കേ നൽകൂ. ഇവിടെ വിനോദും റഹീമും തമ്മിലുള്ള കരാറാണ് ഡെറിവേറ്റീവ്. കാരണം ആ പേപ്പറിന് സ്വന്തമായി ഒരു വിലയും ഇല്ല. ആ കരാറിന്റെ വില കൂടണോ കുറയണോ എന്ന് നിശ്ചയിക്കുന്നത് തോട്ടത്തിലുള്ള യഥാർത്ഥ കപ്പയുടെ വിലയാണ്. ആ കപ്പയാണ് ഇവിടുത്തെ അണ്ടർലൈങ് അസറ്റ്. ഷെയർ മാർക്കറ്റിലും സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. ഒറിജിനൽ ഷെയർ അഥവാ അണ്ടർലൈങ് അസറ്റ് കയ്യിൽ വാങ്ങാതെ ഭാവിയിൽ അതിന്റെ വില കൂടുമോ കുറയുമോ എന്ന് മുൻകൂട്ടി കണ്ട് ആളുകൾ ഉണ്ടാക്കുന്ന ഇത്തരം കോൺട്രാക്ട്സിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇത് മാർക്കറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. നമുക്ക് ഉദാഹരണമായിട്ട് നിഫ്റ്റി 50യുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിന്റെ കാര്യം വെച്ച് തന്നെ മനസ്സിലാക്കാം. നിഫ്റ്റി 50 ഇൻഡെക്സിന്റെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അവിടെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് നിഫ്റ്റി 50 തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് സംശയമില്ല എന്ന് കരുതുന്നു. ഈ നിഫ്റ്റി 50 ഫ്യൂച്ചർ ഡേറ്റിൽ ഏത് ലെവലിലേക്ക് ഉയരും അല്ലെങ്കിൽ ഇടിയും എന്നതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഉദാഹരണത്തിന്
നിഫ്റ്റിയുടെ വില അഥവാ അണ്ടർലൈങ് വാല്യൂ എന്ന് പറയുന്നത് 23,203.35 ആണെന്ന് കരുതുക. ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒറിജിനൽ നിഫ്റ്റി വാങ്ങുകയല്ല ചെയ്യുന്നത്, പകരം ഭാവിയിലേക്കുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റിലാണ് വ്യാപാരം നടത്തുന്നത്. ഇവിടെ 3 കരാറുകൾ നമുക്ക് കാണാൻ സാധിക്കും. 30 ജൂൺ 2026 അവസാനിക്കുന്ന ഈ മാസത്തെ കരാറുണ്ട്, 28 ജൂലൈ 2026 അവസാനിക്കുന്ന അടുത്ത മാസത്തെ കരാറുണ്ട്, 25 ഓഗസ്റ്റ് 2026 അവസാനിക്കുന്ന അതിനുശേഷമുള്ള മാസത്തെ കരാറുണ്ട്. ഇവിടെ ഈ പറയുന്ന എക്സ്പയറി ഡേറ്റിൽ ഈ കരാറുകളൊക്കെ അവസാനിക്കും. അതിനുള്ളിൽ നമ്മൾ ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും ട്രേഡ് ക്ലോസ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസിനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജൂൺ മാസത്തെ കോൺട്രാക്റ്റിന്റെ വില അത് 23,251.1 ആണെന്ന് കാണാം. അതായത് ഒറിജിനൽ നിഫ്റ്റിയുടെ വില 23,203 ആണെങ്കിലും ജൂൺ 30 ആകുമ്പോഴേക്കും നിഫ്റ്റിയുടെ വില എവിടെ എത്തുമെന്നതിനെ കുറിച്ച് ട്രേഡേഴ്സ് നടത്തുന്ന ലേലമാണിത്. വിപണി മുകളിലേക്ക് പോകുമെന്ന് കരുതുന്നവർ ഈ ഫ്യൂച്ചർ കരാർ വാങ്ങും, താഴേക്ക് പോകുമെന്ന് കരുതുന്നവർ ഇത് വിൽക്കും. അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്രേഡിംഗ് വോളിയവും ഓപ്പൺ ഇൻട്രസ്റ്റുമാണ്. ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരേ സമയം ഈ കരാറുകളിൽ ഏർപ്പെടുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് സൂചിപ്പിക്കുന്നത് അത്രയും കരാറുകൾ നിലവിൽ മാർക്കറ്റിൽ ആളുകൾ വാങ്ങിക്കൂട്ടുകയോ വിൽക്കുകയോ ചെയ്ത് ഓപ്പണായി വെച്ചിട്ടുണ്ട് എന്നാണ്. വൺ ഡേ ട്രേഡിംഗിൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഇതിലൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾ നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് നേരിട്ട് വാങ്ങുകയല്ല, പകരം ജൂൺ 30-നോ ജൂലൈ 28-നോ നിഫ്റ്റിയുടെ വില എവിടെയായിരിക്കും എന്നതിനെ ചൊല്ലി വിപണിയിലെ മറ്റ് ട്രേഡേഴ്സുമായി ഒരു കരാർ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ലൈവ് മാർക്കറ്റിൽ ഡെറിവേറ്റീവ് വർക്ക് ചെയ്യുന്ന രീതി. ഡെറിവേറ്റീവ് സെഗ്മെന്റിലെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിന്റെ കാര്യമാണിത്. എന്നാൽ വേറെയും ടൈപ്പ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഓപ്ഷൻ ട്രേഡിംഗ്, ഫോർവേഡ് കോൺട്രാക്ട്സ്, സ്വാപ്സ് എന്നിവയാണ് മറ്റ് ടൈപ്പുകൾ. ഫ്യൂച്ചറിനേക്കാൾ ആളുകൾക്ക് പ്രിയം ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. അപ്പോൾ ഫ്യൂച്ചർ ട്രേഡിംഗിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഓപ്ഷൻ ട്രേഡിംഗിൽ ഉള്ളത്? ഇവിടെ കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഉള്ള പോലെ തോന്നാം, പക്ഷെ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരു സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്ന് കരുതുക. ആ സ്ഥലത്തിന്റെ ഇന്നത്തെ വില 10 ലക്ഷം രൂപയാണ്. അടുത്ത മാസം ആ സ്ഥലത്തിനരികിലൂടെ ഒരു പുതിയ നാഷണൽ ഹൈവേ വരാൻ പോകുന്നു എന്നൊരു വാർത്ത നിങ്ങൾ കേൾക്കുന്നു. ഹൈവേ വന്നാൽ സ്ഥലത്തിന്റെ വില 20 ലക്ഷമായി വരും. പക്ഷെ ഹൈവേ വരുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പില്ല. നിങ്ങൾ സ്ഥല ഉടമസ്ഥന്റെ അടുത്ത് ചെന്ന് ഒരു ഡീല് സംസാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്വാൻസ് ആയ 50,000 രൂപ തരാം, അടുത്ത മാസം ഇതേ തീയതിയിൽ 10 ലക്ഷം രൂപ തന്ന് ഞാൻ ഈ സ്ഥലം വാങ്ങിക്കൊള്ളാമെന്ന്. സ്ഥല ഉടമസ്ഥൻ അതിന് സമ്മതിച്ച് നിങ്ങൾക്കൊരു കരാർ ഒപ്പിട്ട് തരുന്നു. ഈ 50,000 രൂപയാണ് ഓപ്ഷൻ ട്രേഡിംഗിൽ നമ്മൾ പ്രീമിയം എന്ന് വിളിക്കുന്നത്. ഈ കരാർ നിങ്ങൾക്ക് 2 തരം അവകാശങ്ങൾ തരുന്നു. ഒരു സെനാറിയോ, നമ്മൾ വിചാരിച്ച പോലെ ഹൈവേ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ സ്ഥലത്തിന്റെ വില 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമായി ഉയർന്നേക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ ലാഭമാണ്. കാരണം കരാറ് പ്രകാരം സ്ഥല ഉടമസ്ഥന് 10 ലക്ഷം രൂപ മാത്രം നൽകി 20 ലക്ഷത്തിന്റെ സ്ഥലം സ്വന്തമാക്കാം. ഇതാണ് കോൾ ഓപ്ഷൻ. അതായത് ഒരു അസറ്റിന്റെ വില ഭാവിയിൽ കൂടുമെന്ന് കരുതി നമ്മൾ വാങ്ങുന്ന കരാർ. ഇവിടെ അസറ്റിന്റെ വില കൂടുമ്പോൾ നമ്മുടെ കരാറിന്റെ മൂല്യവും കൂടും. ഇനി അടുത്ത സിനാരിയോ, നമ്മൾ വിചാരിച്ച പോലെ ഹൈവേ വന്നില്ല എന്ന് കരുതുക. അതായത് പ്രൊജക്ട് ക്യാൻസൽ ആയി എന്ന് വിചാരിക്കുക. ഹൈവേ വരാത്തത് കൊണ്ട് ആ സ്ഥലത്തിന്റെ വില 5 ലക്ഷമായി താഴ്ന്നു എന്നും കരുതുക. 5 ലക്ഷം രൂപയിലേക്ക് താഴ്ന്ന ഒരു സ്ഥലം 10 ലക്ഷത്തിന് വാങ്ങുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് നഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ഓണറോട് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ധൈര്യമായി ഓണറോട് പോയി എനിക്ക് ഈ സ്ഥലം വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കാം. നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്ന ആകെ ലോസ് നിങ്ങൾ അഡ്വാൻസ് ആയി കൊടുത്ത 50,000 രൂപ മാത്രമാണ്. ഇനി ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഈ ആശയം അപ്ലൈ ചെയ്താൽ ഓപ്ഷൻ വാങ്ങുന്നയാൾക്ക് അത് വാങ്ങാനുള്ള അവകാശമുണ്ട്, അഥവാ റൈറ്റ് ഉണ്ട്. പക്ഷെ നിർബന്ധമില്ല. സ്ഥലം വേണ്ടെന്ന് വെക്കുമ്പോൾ നിങ്ങൾക്ക് പരമാവധി നഷ്ടപ്പെടുന്നത് നിങ്ങൾ ആദ്യം കൊടുത്ത അഡ്വാൻസ് തുക മാത്രമാണ്. അല്ലാതെ 5 ലക്ഷത്തിന്റെ സ്ഥലം 10 ലക്ഷം കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന വലിയ നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ഇനി ഇത് മാർക്കറ്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഓപ്ഷൻ വാങ്ങുന്നയാൾക്ക് അത് വാങ്ങാനുള്ള അവകാശമുണ്ട്, പക്ഷെ നിർബന്ധമില്ല. 2 തരത്തിലുള്ള ഓപ്ഷനാണ് വിപണിയിലുള്ളത്, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. കോൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ വിപണി അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് പോകുമെന്ന് കരുതി നമ്മൾ വാങ്ങുന്ന കരാറാണ്. പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ വിപണി അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ വില താഴേക്ക് പതിക്കുമെന്ന് കരുതി നമ്മൾ വാങ്ങുന്ന കരാറാണ്. അതായത് കയറുമ്പോൾ കോൾ ഓപ്ഷൻ, ഇറങ്ങുമ്പോൾ പുട്ട് ഓപ്ഷൻ. പുട്ട് ഓപ്ഷനിൽ അസറ്റിന്റെ വില കുറയുമ്പോഴാണ് പുട്ട് ഓപ്ഷന്റെ പ്രീമിയം കൂടുന്നത്. ഉദാഹരണത്തിന് മാർക്കറ്റ് ക്രാഷ് ആകുമെന്ന് കരുതി നമ്മൾ വാങ്ങുന്നത്. നമുക്ക് ഉദാഹരണത്തിലൂടെ തന്നെ മനസ്സിലാക്കാം. നിഫ്റ്റി 50 സൂചിക
ഭാവിയിൽ മുകളിലേക്ക് ഉയരുമെന്ന് ട്രേഡേഴ്സ് പ്രതീക്ഷിക്കുമ്പോൾ വാങ്ങുന്ന കരാറുകളെയാണ് നിഫ്റ്റി കോൾ ഓപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ ചെയിൻ പരിശോധിക്കുമ്പോൾ നമുക്കിതിന്റെ വിവിധ സ്ട്രൈക്ക് പ്രൈസസ്, ഉദാഹരണത്തിന് 22,700, 23,000, 23,200 മുതലായവ കാണാൻ സാധിക്കും. ഇവ ട്രേഡേഴ്സിന് തിരഞ്ഞെടുക്കാവുന്ന വ്യത്യസ്ത വില നിലവാരങ്ങളാണ്. ഈ ഓരോ സ്ട്രൈക്ക് പ്രൈസിനും നേരെ കാണുന്ന ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് എന്ന തുകയാണ് ആ കോൺട്രാക്ട് വാങ്ങാൻ നമ്മൾ നൽകേണ്ട പ്രീമിയം. ഉദാഹരണത്തിന് വിപണി 23,200 കടന്ന് മുകളിലേക്ക് കുതിക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾക്ക് 112 രൂപ പ്രീമിയം നൽകി ആ കോൾ ഓപ്ഷൻ സ്വന്തമാക്കാവുന്നതാണ്. നിഫ്റ്റി ഇൻഡെക്സിന്റെ മൂല്യം ഉയരുന്നതനുസരിച്ച് ഈ കോൾ ഓപ്ഷനുകളുടെ പ്രീമിയം വിലയും വർദ്ധിക്കുകയും ട്രേഡർമാർക്ക് ലാഭം ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ വിപണി നമ്മൾ വിചാരിച്ചതിന് വിപരീതമായിട്ട് താഴേക്ക് പോവുകയാണെങ്കിൽ കോൾ ഓപ്ഷനുകളുടെ വില വേഗത്തിൽ ഇടുകയും നമ്മൾ നിക്ഷേപിച്ച പ്രീമിയം തുക നഷ്ടപ്പെടുകയും ചെയ്യും. ഇനി നഷ്ടം വരാനുള്ള സാധ്യതയെ നമുക്ക് ഇങ്ങനെ വ്യക്തമാക്കാം. അതായത് നിഫ്റ്റി നിലവിൽ 23,200 നിൽക്കുന്നതെന്ന് കരുതുക. വിപണി ഇവിടെ നിന്ന് വരും ദിവസങ്ങളിൽ ശക്തമായി മുകളിലേക്ക് ഉയരുമെന്ന് ടെക്നിക്കൽ അനാലിസിസ് വഴി ഒരു ട്രേഡർ പ്രവചിക്കുന്നു. ഇതിനായി അദ്ദേഹം 23,200 ഒരു കോൾ ഓപ്ഷൻ 112 രൂപ പ്രീമിയം നൽകി വാങ്ങി. നിഫ്റ്റിയുടെ ഒരു ലോട്ട് സൈസ് എന്ന് പറയുന്നത് 25 ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഈ ഒരു ട്രേഡിനായി അദ്ദേഹം ആകെ മുടക്കുന്നത് ഏകദേശം 2,817 രൂപയാണ്. ഇവിടെ രണ്ട് രീതിയിൽ ഈ ട്രേഡർക്ക് നഷ്ടം സംഭവിക്കാം. ഒന്നാമത്തെ സിനാരിയോ, വിപണി നമ്മൾ വിചാരിച്ചതിന് വിപരീതമായി താഴേക്ക് പതിക്കുമ്പോഴാണ്. ട്രേഡ് എടുത്തതിന് തൊട്ട് പിന്നാലെ വിപണിയിൽ പെട്ടെന്നൊരു നെഗറ്റീവ് വാർത്ത വരികയോ വിപണി താഴേക്ക് കൂപ്പുകുത്തുകയോ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നിഫ്റ്റി 23,200 നിന്നും 23,000 താഴേക്ക് പതിച്ചാൽ നമ്മൾ വാങ്ങിയ കോൾ ഓപ്ഷന്റെ പ്രീമിയം വിലയായി 112 രൂപ വളരെ വേഗത്തിൽ ഇടിഞ്ഞ് 20 രൂപയോ 10 രൂപയോ ഒക്കെയായി മാറും. കൃത്യമായ സ്റ്റോപ്പ് ലോസ് വെക്കാത്ത ഒരാളാണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കയ്യിലെ പണം മുഴുവൻ നഷ്ടമാകുന്ന അവസ്ഥയുണ്ടാകും. ഇനി രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് വിപണി ഒരേ സ്ഥലത്ത് തന്നെ തുടരുമ്പോഴാണ്, അഥവാ ടൈം ഡീക്കേ ഉണ്ടാകുമ്പോഴാണ്. ഭൂരിഭാഗം തുടക്കക്കാർക്കും പണം നഷ്ടപ്പെടുന്നത് ഈ രണ്ടാമത്തെ കാരണം കൊണ്ടാണ്. നമ്മൾ കോൾ ഓപ്ഷൻ എടുത്തതിന് ശേഷം വിപണി താഴേക്ക് പോയില്ല, പക്ഷെ മുകളിലേക്കും ഉയർന്നില്ല എന്ന് കരുതുക. വിപണി ദിവസങ്ങളോളം 23,200 എന്ന ഒരേ ലെവലിൽ തന്നെ തുടരുകയാണെങ്കിൽ ടൈം ഡീക്കേ എന്ന വില്ലൻ കാരണം ഈ ഓപ്ഷന്റെ കോൺട്രാക്റ്റിന്റെ മൂല്യം ദിവസേന കുറഞ്ഞുകൊണ്ടിരിക്കും. ഒടുവിൽ ആ കോൺട്രാക്ടിന്റെ കാലാവധി കഴിയുന്ന ദിവസമാകുമ്പോഴേക്കും വിപണി 23,200 കടന്നില്ലെങ്കിൽ നമ്മൾ 112 രൂപ കൊടുത്തു വാങ്ങിയ പ്രീമിയം പൂർണ്ണമായും 0 ആയി മാറും. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 2,817 രൂപ പൂർണ്ണമായി നഷ്ടപ്പെടുന്നു. ഒരു ലോട്ടിൽ 2,800 രൂപ നഷ്ടം വരുന്ന ഒരാൾ വലിയ ലാഭം പ്രതീക്ഷിച്ച 100 ലോട്ടുകളിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരൊറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങൾ മുഴുവൻ പൂജ്യമായി മാറാൻ ഓപ്ഷൻ ട്രേഡിംഗ് വളരെ എളുപ്പമാണ്. വിപണിയുടെ ദിശ കൃത്യമായി പ്രവചിച്ചാൽ പോലും സമയം നമുക്ക് അനുകൂലമല്ലെങ്കിൽ ഓപ്ഷൻ ബൈയിങ്ങിൽ വൻ നഷ്ടം സംഭവിക്കുമെന്ന് ട്രേഡർമാർ തിരിച്ചറിയണം. ഓപ്ഷൻ ട്രേഡിംഗ് എന്ന കൺസെപ്റ്റ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓപ്ഷൻ ട്രേഡിംഗിൽ ധാരാളം സ്ട്രാറ്റജികളും കൺസെപ്റ്റുകളും ബാക്കിയുണ്ട്. നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതുമാണ്. Yeah.